Now we are shifting our focus to the top story. Congress MP Priyanka Gandhi Vadra, who's on a 2-day visit to the Kerala after a maiden electoral win from Wayanad constituency, has addressed the public meetings in Wayanad. Let's cut across. There are big issues here that need to be resolved, that need to be worked on. I met some people from tribal communities who told me about the difficulties they have, especially for health services, educational services. ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടേണ്ടതായ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ആദിവാസി സമൂഹത്തിൽ നിന്ന് ബന്ധപ്പെട്ട ചിലരെ ഞാൻ കണ്ടു. അവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. Farmers who are suffering due to the policies of the government, not getting the right prices for their crops, and also the man-animal conflict due to which their crops are endangered and very often disturbed and eaten or destroyed by animals. ഇവിടെ കഷ്ടപ്പെടുന്ന കർഷകരുണ്ട്, കാരണം അവർക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല. ഗവൺമെന്റിന്റെ നയങ്ങൾ മൂലം അവർ ബുദ്ധിമുട്ടുന്നു. അതുപോലെ തന്നെ വന്യജീവി സംഘർഷം മൂലം അവരുടെ വിളകൾ നശിക്കുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. I met homestay owners who have built beautiful homestays but also faced major issues, especially after the landslide, when people across India saw the devastation and became afraid to come here, thinking that this is an area where there are landslides. So there is a lot of work that we need to do, even just to show that the landslide was in a small area and the rest of this beautiful constituency of Wayanad is beautiful and still welcomes tourists, and there is no such danger over here. അതുപോലെ തന്നെ ഞാൻ ഹോം സ്റ്റേ ഉടമസ്ഥരെ കണ്ടു. അവർ പറയുന്നത് ഇവിടെ മണ്ണിടിച്ചിൽ നടന്ന ശേഷം, ആ ദുരന്തം നടന്ന ശേഷം ഇവിടേക്ക് ആളുകൾ വരാൻ ബുദ്ധിമുട്ടാണെന്ന്. കാരണം അവർ പേടിച്ചു. ഈ ലോകം, ഇന്ത്യ മുഴുവനുള്ള ആളുകളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായത്, ഒരു വലിയ നാശം വിതച്ചത് ഒരു ചെറിയ ഭൂപ്രദേശത്ത് മാത്രമാണ്. ബാക്കി പ്രദേശങ്ങളിൽ ഒരു പ്രശ്നമില്ല. വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്ന ഈ മനോഹരമായ പ്രദേശത്തെ കൂടുതൽ ആളുകൾ വരണം, ഇവിടെ സുരക്ഷിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. You have the long-standing issue of the night ban and the long-standing issue of the medical college, both of which we need to fight for, and we need to understand how together we can resolve the night ban issue. നിങ്ങൾക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന രാത്രിയാത്രാ നിരോധനം എന്ന പ്രശ്നമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വളരെ കാലമായി നിങ്ങളുടെ ആവശ്യമായ മെഡിക്കൽ കോളേജ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന് നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. Whatever progress was made in the medical college also because of the pressure Rahul ji put on the what your issues are in depth, and then we need to work together to resolve them. We need to work together to build on tourism, on food processing, on farming, to be able to increase employment and provide a better future. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം. എനിക്ക് കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കണം. നിങ്ങളോട് ഓരോരുത്തരോടും വന്ന് സംസാരിക്കണം. വിനോദസഞ്ചാര മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് ഈ മേഖലകളെ ശക്തിപ്പെടുത്തി വയനാട്ടിലെ തൊഴിലവസരങ്ങളും ജീവിതങ്ങളും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ടതാക്കി എടുക്കണം. And I look forward to this journey with you. This is just the beginning. I look forward to meeting all of you, to coming to your homes, to understanding you better, and to get from you a much deeper understanding of what you want me to fight for and how you want your issues to be resolved. നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഒരു യാത്ര ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ യാത്ര മുൻപോട്ട് പോകുന്നത് ഞാൻ ഉറ്റുനോക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തിനു വേണ്ടി പോരാടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നിങ്ങളിൽ നിന്ന് നേരിട്ട് അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I have much to learn from all of you. നിങ്ങളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും, നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും എനിക്ക് ഒരുപാട് ഇനി പഠിക്കാനുണ്ട്. And one of my first lessons was when I came here 4 months ago, almost exactly today, with my brother after the terrible landslides that devastated Wayanad. വയനാട്ടിൽ അതിഭീകരമായ നാശം വിതച്ച ആ മണ്ണിടിച്ചിലിന് ശേഷം 4 മാസങ്ങൾക്ക് മുമ്പ് ഇതേ തീയതി ഞാൻ എന്റെ സഹോദരനൊപ്പം വന്നപ്പോഴാണ് നിങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഞാൻ പഠിച്ചത്. I have seen many tragedies, and because of our professions, we go across India. When there are tragedies, we meet people. But seldom do I see the kind of pain and suffering that I saw when I came here.